ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്ന് ഫിലാഫിൽ സാൻഡ്വിച്ച് ആയിട്ടില്ല ഉണ്ടാക്കാൻ പോണ്. അതിനുള്ള ഒരു വലിയ ഉള്ളി കുറച്ച് വലുതായി കട്ട് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, 2 പച്ചമുളക് എന്നിവ കുറച്ച് വലുതായി കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് വെള്ളക്കടല ഇട്ടില്ലേ, അത് നമ്മൾ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം ഇട്ടില്ലേ. വെള്ളത്തിലിട്ട് വെച്ച കടല കഴുകി എടുത്തതിന് ശേഷം ഒരു ജാറിലേക്കിട്ട് നേരത്തെ മുറിച്ച് വെച്ച വലിയ ഉള്ളി, പച്ചമുളക്, മല്ലിയില, ഒരു 3 വെളുത്തുള്ളി എന്നിവയെല്ലാം ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. പിന്നെ ഇത് ചതക്കുമ്പോഴേ ഓവറായിട്ട് അരഞ്ഞു പോരുന്നില്ലേ, ഈ ഒരു തിക്നെസ്സിലായിട്ടില്ലേ ഇത് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിനുള്ള മസാല ചേർക്കാം. അതിനാവശ്യമായ ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയിട്ട് നന്നായി കുഴച്ചെടുക്കുക. പിന്നെ നമ്മൾ അരച്ചെടുത്തതേ ലൂസായിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് കുറച്ച് കോൺഫ്ലവർ പൊടിയോ മൈദപ്പൊടിയോ ഇട്ടിട്ട് നമുക്കൊന്ന് ടൈറ്റ് ആക്കി എടുക്കുകയൊക്കെ ചെയ്യാട്ടില്ലേ. ഇനി നമുക്കിത് ചെറിയ ബോളുകളാക്കിയിട്ടേ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. പൊരിച്ചെടുക്കുമ്പോൾ അത് കരിയാതെ നോക്കണില്ലേ. പിന്നെ ഈ ഫിലാഫിലില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലേ, ഭയങ്കര ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടില്ലേ. ഇതുകൊണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ടില്ലേ ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഈ ഫിലാഫിലൊന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നുള്ളൂ. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള കുറച്ച് ഉരുളൻകിഴങ്ങ് പൊരിച്ചെടുക്കാം. അതിനാവശ്യമായ ലെറ്റ്യൂസ്, കുറച്ച് തക്കാളി എല്ലാം കട്ട് ചെയ്തെടുക്കാം. സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള കുബൂസ് ഒന്ന് ചൂടാക്കിയെടുത്താൽ നമുക്ക്. ഇനി കുബൂസിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് മയോനൈസും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫിലാഫിലൊന്ന് കൈകൊണ്ട് പൊടിച്ചാണ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് അരിഞ്ഞു വെച്ച ലെറ്റ്യൂസും തക്കാളിയും ഉരുളക്കിഴങ്ങ് കൊണ്ട് വെതറിയാണ്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് മയോനൈസും ഇട്ടാണ്ട് കൊടുത്തിട്ട് ചുരുട്ടിയാണ്ട് പിടിച്ചിട്ടാണ്ട് തിന്നാണ്ടല്ലോ മക്കളെ, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടില്ലേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബായ്.